ഈസ്റ്റർ ദിനത്തിൽ മത്സര പരീക്ഷ വയ്ക്കുക, ക്രിസ്മസ് ദിനത്തിൽ NSSന്റെ ക്യാമ്പ് നടത്തുക, അങ്ങനെ ഒരു വിധത്തിൽ ക്രൈസ്തവരായ അധ്യാപകരെ അവരുടെ പുണ്യദിനങ്ങളിൽ ജോലി ചെയ്യാനായിട്ട് നിർബന്ധിക്കുന്ന ഒരു നിലപാട്. ഒരു വെള്ളിയാഴ്ചയിലെ അവധി ശനിയാഴ്ചയാക്കി, വെള്ളിയാഴ്ച പ്രവൃത്തി ദിവസമാക്കി, വീണ്ടും ശനിയാഴ്ചയും വെള്ളിയാഴ്ചയും ഒരുമിച്ച് അവധി നൽകാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പും കോളേജിയേറ്റ് വിദ്യാഭ്യാസ വകുപ്പും മത്സരിച്ചത് വോട്ട് ബാങ്കിനെ മാത്രം പ്രീണിപ്പിച്ചുകൊണ്ട് ക്രൈസ്തവരുടെ പുണ്യദിനങ്ങളെ ജോലി ചെയ്യാൻ നിർബന്ധിക്കുന്നത് വഴിയായി ഒരു സമൂഹത്തിനോട് തന്നെ നീതി നിഷേധിക്കുകയാണെന്ന് സ്നേഹമുള്ളവരെ, ജൂലൈ 3-ാം തീയതി ദുഃഖ്രാന തിരുനാൾ ദിവസം കേരളത്തിലെ മാർത്തോമ നസ്രാണികളെ സംബന്ധിച്ച് ഒരു പുണ്യദിനമാണ്. പ്രസ്തുത ദിനത്തിൽ സീറോ മലബാർ സഭയിലെ എല്ലാ വിശ്വാസികളും കടമുള്ള ദിവസമായി ആചരിക്കുന്ന ഒരു ദിനമാണ്. പ്രസ്തുത ദിനം ഒരു റെസ്ട്രിക്റ്റഡ് ഹോളിഡേ ആയിട്ടെങ്കിലും അംഗീകരിക്കണമെന്ന് വർഷങ്ങളായുള്ള മാർത്തോമ നസ്രാണികളുടെ ആവശ്യമാണ്. പ്രസ്തുത ആവശ്യത്തിന് നേരെ കേരളത്തിലെ മാറി മാറി വരുന്ന സർക്കാരുകൾ നിഷേധാത്മകമായൊരു സമീപനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രസ്തുത നിഷേധാത്മക സമീപനത്തിൽ കത്തോലിക്ക കോൺഗ്രസ് അതിൻ്റെ എല്ലാ പ്രതിഷേധവും ഞങ്ങൾ പ്രകടിപ്പിക്കുകയാണ്. മാത്രമല്ല, മാർത്തോമ നസ്രാണികൾ പുണ്യദിനമായി കണക്കാക്കുന്ന പ്രസ്തുത ദിവസം ജൂലൈ 3-ാം തീയതി പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിൻ്റെ ജോയിൻറ്റ് ഡയറക്ടർ 3, 4, 5 തീയതികളിൽ കേരളത്തിലെ +2 അധ്യാപകരോട് പരീക്ഷയുടെ മൂല്യനിർണ്ണയ ക്യാമ്പിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതുവഴിയായി ഈ ജൂലൈ 3-ാം തീയതിയിലെ ഞങ്ങൾക്ക് കാണേണ്ട മതപരമായ ചടങ്ങുകൾ നടത്താൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു നിലപാടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിലെ ജോയിൻറ്റ് ഡയറക്ടർ തൻ്റെ ഉത്തരവിലൂടെ നടപ്പിലാക്കുന്നത്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈസ്റ്റർ ദിനത്തിൽ മത്സര പരീക്ഷ വയ്ക്കുക, അല്ലെങ്കിൽ ഇതുപോലെ മൂല്യനിർണ്ണയ ക്യാമ്പുകൾ നടത്തുക, ക്രിസ്മസ് ദിനത്തിൽ NSSന്റെ ക്യാമ്പ് നടത്തുക, അങ്ങനെ ഒരു വിധത്തിൽ ക്രൈസ്തവരായ അധ്യാപകരെ അവരുടെ പുണ്യദിനങ്ങളിൽ ജോലി ചെയ്യാനായിട്ട് നിർബന്ധിക്കുന്ന ഒരു നിലപാട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിലെ സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾ നടത്തി വരികയാണ്. പ്രസ്തുത നടപടികൾ നിന്ദ്യവും നീചവുമാണെന്ന് പറയാൻ ഞങ്ങൾ മടിക്കുന്നില്ല. കാരണം ഒരു വെള്ളിയാഴ്ചയിലെ അവധി ശനിയാഴ്ചയാക്കി, വെള്ളിയാഴ്ച പ്രവൃത്തി ദിവസമാക്കി, വീണ്ടും ശനിയാഴ്ചയും വെള്ളിയാഴ്ചയും ഒരുമിച്ച് അവധി നൽകാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പും കോളേജിയേറ്റ് വിദ്യാഭ്യാസ വകുപ്പും മത്സരിച്ചത് നമ്മൾ ഒരു മാസം മുൻപ് കണ്ടതാണ്. പ്രിയമുള്ളവരെ, വോട്ട് ബാങ്കിനെ മാത്രം പ്രീണിപ്പിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങളിലെ ന്യൂനപക്ഷമായിരിക്കുന്ന ക്രൈസ്തവരുടെ പുണ്യദിനങ്ങളെ ഇത്തരത്തിൽ ജോലി ചെയ്യാൻ നിർബന്ധിക്കുന്നത് വഴിയായി ഒരു സമൂഹത്തിനോട് തന്നെ ഈ കേരളത്തിലെ സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾ നീതി നിഷേധിക്കുകയാണെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഉറക്കെ പറയാൻ ധൈര്യപ്പെടുകയാണ്. ഈ പ്രതിഷേധം അത് നിങ്ങൾക്കെതിരെയുള്ള ഒരു വൻ കൊടുങ്കാറ്റായി മാറുമെന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണ്. പ്രിയമുള്ളവരെ, കേരള സർക്കാരിൻ്റെ ഇത്തരം നിലപാടുകൾ യഥാർത്ഥത്തിൽ ജൂലൈ 3-ന് ഒരു റെസ്ട്രിക്റ്റഡ് ഹോളിഡേ എങ്കിലും നൽകേണ്ടതിന് പകരം പ്രാഥമികമായ മതകർമ്മങ്ങൾ പോലും നടത്താൻ പറ്റാത്ത വിധത്തിൽ നിഷേധിക്കപ്പെടുമ്പോൾ കേരളത്തിലെ ക്രൈസ്തവരും മുഴുവൻ മാർത്തോമ നസ്രാണികളും ഇതിനെതിരെയുള്ള പ്രതിഷേധം ഞങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു, അത് പ്രകടിപ്പിക്കുന്നു. അതിന് വലിയ വില ഭാവിയിൽ കൊടുക്കേണ്ടി വരുമെന്ന് മാറി മാറി വരുന്ന സർക്കാരുകളോട്, ഇപ്പോഴത്തെ സർക്കാരിനോട് പ്രത്യേകിച്ചും ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസിൻ്റെയും മറ്റ് സമുദായ സംഘടനകളുടെയും എതിർപ്പ്
ഇക്കാര്യത്തിൽ നിങ്ങൾക്കുണ്ടാകും എന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് അടിയന്തരമായി 3, 4, 5 തീയതികളിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന സേഫ് പരീക്ഷയുടെ മൂല്യനിർണ്ണയ ക്യാമ്പിലെ 3-ാം തീയതി മാറ്റി മറ്റൊരു ദിവസം വയ്ക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. സർക്കാരിൻ്റെ സത്വര ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഇത് കത്തോലിക്ക കോൺഗ്രസിൻ്റെ, ലോകമെമ്പാടുമുള്ള കത്തോലിക്ക കോൺഗ്രസിൻ്റെ ആവശ്യമാണ്. ഇതിനോട് പുറംതിരിഞ്ഞു നിൽക്കരുതെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു.